ഷമേ, ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ കിട്ടിയിരിക്കുകയാണ്. ഗ്രീഷ്മയുടെ കഥ ഇനി എന്നാ പറയുന്നത്? ശ്യാമ് പറയണം എന്ന് പ്രേക്ഷകർ ആഗ്രഹിക്കുന്നുണ്ട്. വധശിക്ഷയാണ്. അല്ല, ഞാൻ ചോദിച്ചതിന് മറുപടി പറഞ്ഞില്ല. നമുക്ക് അടുത്ത എപ്പിസോഡിൽ പറയണം. പക്ഷെ നമ്മൾ ഇന്ന് ഗ്രീഷ്മയുടെ കഥയല്ല പറയാൻ പോകുന്നത്. നമ്മൾ ഗ്രീഷ്മയ്ക്ക് മുമ്പ് ഇപ്പോൾ ജയിലിൽ വധശിക്ഷ കാത്ത് കഴിയുന്ന റഫീഖ ബീവിയുടെ കഥയാണ് പറയാൻ പോകുന്നത്. റഫീഖ ബീവി എങ്ങനെ ജയിലിലായി, എങ്ങനെ വധശിക്ഷ കിട്ടി. അപ്പം ഗ്രീഷ്മയെ കൂടാതെ ജയിലിൽ കിടക്കുന്ന ആള്, വധശിക്ഷ കാത്ത് കഴിയുന്ന ആള് രണ്ടുപേരാണ്. ഗ്രീഷ്മയും കൂടെ ചേർത്ത്. അപ്പൊ റഫീഖ ബീവിക്ക് കൂട്ടായി ഗ്രീഷ്മ വരുന്നു. കൂട്ടാവാൻ പറ്റത്തില്ല. ഒരു അലങ്കാരികമായി പറഞ്ഞതാണ്. അട്ടകുളങ്ങര ജയിലിലുണ്ട് ഏകാന്ത തടവ റഫീഖ ബീവിക്ക്. ഗ്രീഷ്മയ്ക്ക് ഏകാന്ത തടവേ കൊടുക്കത്തുള്ളൂ. വധശിക്ഷയ്ക്ക് വിധിച്ചാൽ പിന്നെ ഏകാന്ത തടവേ കിട്ടും. ഞാൻ കണ്ടതിൽ വെച്ച് ഈ വനിതാ കുറ്റവാളികൾ ഉൾപ്പെട്ടതിലെ ഏറ്റവും വലിയ ക്രൈമാണ് ഈ റഫീഖ ബീവി. വനിതാ കുറ്റവാളികളിൽ സ്ത്രീകളായിട്ടുള്ള കുറ്റവാളികൾ കണ്ട കേസുകളിൽ ഞാൻ കണ്ടിട്ടുള്ളതിലെ ഏറ്റവും ക്രൂരമായിട്ടുള്ള സ്ത്രീയാണ് റഫീഖ ബീവി. ഇത് 2022 ജനുവരി 14 ഈ സംഭവം. അതായത് 3 വർഷം ആവുന്നു. 3 വർഷം കഴിയുന്നു. ഇവർ ചെയ്ത പരിപാടി എന്ന് പറയുമ്പോൾ, ഇവർക്കൊരു സുഹൃത്തുണ്ട് അല്ലമി, പിന്നൊരു മകനുണ്ട് ഷെഫീഖ്. എല്ലാം എന്താ പറയുക, ക്രൂരമായിട്ടുള്ള മനസ്സുള്ള ആളുകളാണ്. 3 അംഗ സംഘമാണിത്. ഒരു കൊലപാതകമല്ല നടത്തിയത്, 2 കൊലപാതകം. അത് 2021 കോവളം പോലീസ് സ്റ്റേഷൻ്റെ പരിധിയിൽ ഒരു 14 വയസ്സുകാരി മരണപ്പെട്ട് കണ്ടു. അപ്പം ഈ കുട്ടി ആത്മഹത്യയാണെന്നാണ് പോലീസ് വിചാരിച്ചത്. പക്ഷേ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം ചെയ്തപ്പോൾ ഈ കുട്ടി റേപ്പ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഈ 14 വയസ്സുകാരി റേപ്പ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഈ കുട്ടി റേപ്പ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്ന് കണ്ടെത്തിയിട്ടും കോവളം പോലീസിന് ഇത് ആരാ ചെയ്തതെന്ന് കണ്ടുപിടിക്കാൻ പറ്റിയില്ല. ഇപ്പോൾ ഇവരുടെ പരിപാടി എന്ന് വെച്ചാൽ ഈ റഫീഖ ബീവിയുടെയും മകനാണ് ഷെഫീഖ്, സുഹൃത്താണ് അല്ലമി. ഈ 3 അംഗ സംഘത്തിൻ്റെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റയ്ക്ക് താമസിക്കുന്ന സ്ത്രീകളുടെ വീടിന് പരിസരത്ത് പോയി വീട് വാടകയ്ക്ക് എടുക്കും. വീട് വാടകയ്ക്ക് എടുത്തിട്ട് അവരുടെ സ്വർണവും പണവും അപഹരിക്കും. ഇവർ സ്കെച്ച് ചെയ്യും. ഈ ഷെഫീഖാണ് സ്കെച്ച് ചെയ്യുന്നത്. ഷെഫീഖും അല്ലമീനും കൂടി പോയി ഈ ഇതുപോലെയുള്ള ഒറ്റയ്ക്ക് താമസിക്കുന്ന സ്ത്രീകളുടെ വീടുകൾ തപ്പിയെടുത്തിട്ട് ഇതിൻ്റെ പരിസരത്ത് എവിടെയെങ്കിലും വാടക വീട് കിട്ടുമോ എന്ന് അന്വേഷിച്ച് കണ്ടുപിടിക്കും. പിന്നീട് ഈ വീട് വാടകയ്ക്ക് എടുക്കുന്ന റഫീഖ ബീവി എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഈ ഒറ്റയ്ക്ക് താമസിക്കുന്ന സ്ത്രീയോട് സൗഹൃദം സ്ഥാപിക്കും. ഇവരെ വീട്ടിലേക്ക് വിളിക്കും, ഇവർക്ക് ബിരിയാണിയൊക്കെ വെച്ച് കൊടുക്കും. ഇതാണ് ഇവരുടെ പ്രധാന പരിപാടി. അതായത് ആളുകളെ മകൻ്റെ പിറന്നാളാണ്, ഭർത്താവിൻ്റെ പിറന്നാളാണ്, എൻ്റെ പിറന്നാളാണ് എന്നൊക്കെ പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ വിശേഷങ്ങൾ പറഞ്ഞുണ്ടാക്കും. ശരിക്കും അങ്ങനെ പരിപാടി കാണത്തില്ല. കള്ളം പറഞ്ഞിട്ട് വിളിക്കും. ഒരു കള്ളം പറഞ്ഞ് എന്നിട്ട് ഇവരെന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റഫീഖ ബീവി പോയിട്ട് ഈ ഒറ്റയ്ക്ക് താമസിക്കുന്ന സ്ത്രീയെ ഗസ്റ്റായിട്ട് വിളിച്ച് അവരെ കൊണ്ടുവന്ന് ഇതുപോലെ ബിരിയാണിയൊക്കെ വെച്ച് കൊടുത്ത് അവരുമായിട്ട് അടുപ്പം സ്ഥാപിക്കും. വൈകാതെ ഇവരുടെ പണവും സ്വർണവും ഒക്കെ അപഹരിക്കും. ഇതാണ് ഇവൾ സ്വീകരിച്ചുകൊണ്ടിരുന്ന ഒരു പരിപാടി. അപ്പോൾ ഈ കോവളം സ്റ്റേഷനിലെ ഈ 14 വയസ്സുകാരിയുടെ മരണം കണ്ടുപിടിക്കാൻ പോലീസിന് സാധിച്ചില്ല. അതിങ്ങനെ നീണ്ടുപോയി. അങ്ങനെ ഇരിക്കെ ആണ് വിഴിഞ്ഞം മുല്ലൂര് ഒരു സംഭവം ഉണ്ടാകുന്നത്. വിഴിഞ്ഞം മുല്ലൂര് ഒറ്റയ്ക്ക് താമസിക്കുന്ന ശാന്തകുമാരി എന്ന് പറയുന്ന സ്ത്രീ, അതിൻ്റെ തൊട്ടപ്പുറത്ത് റഫീഖ ബീവിയും മകൻ ഷെഫീഖും അല്ലമീനും കൂടി പോയി വീട് വാടകയ്ക്കെടുത്തു. വീട് വാടകയ്ക്കെടുത്ത ശേഷം നിരന്തരം ഈ ശാന്തകുമാരിയുമായി ബന്ധം സ്ഥാപിച്ചു. ശാന്തകുമാരിയുടെ കയ്യിൽ കുറേ സ്വർണ്ണം ഉണ്ടായിരുന്നു. അതാണ് ഇവർ ലക്ഷ്യം വെച്ചത്. എന്നിട്ട് ഇവരെന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഈ ശാന്തകുമാരി ഒരു ദിവസം വീട്ടിലേക്ക് ഇതുപോലെ ബിരിയാണി കഴിക്കാൻ വിളിച്ചു വരുത്തിയിട്ട് ഇവരെ ഭീഷണിപ്പെടുത്തി സ്വർണം അഴിക്കാൻ പറഞ്ഞപ്പം ഈ ശാന്തകുമാരി സമ്മതിച്ചില്ല. ശാന്തകുമാരി ഇതിനെ എതിർത്ത് ഷെഫീഖും ശാന്തകുമാരിയുമായിട്ട് പിടിവലി നടക്കുന്ന സമയത്ത് അവരുടെ മാല പൊട്ടിച്ചെടുക്കാൻ നോക്കി. ഇവന് നല്ല കഴിച്ചിട്ടിരിക്കുമായിരുന്നു ഈ അല്ലമീനും ഷെഫീഖും റഫീഖ ബീവി. അപ്പോൾ ഇവർ ബലം പിടിച്ചതിൻ്റെ ഇടയിൽ
പിന്നെ ഈ റഫീഖ ബീവി എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ചുറ്റിക വെച്ച് ആ സ്ത്രീയുടെ തല അടിച്ച് പൊട്ടിച്ചോളും. തല അടിച്ച് പൊട്ടിച്ചിട്ട് ഇതൊരു പരമ്പിൽ പൊതിഞ്ഞു. പരമ്പിൽ പൊതിഞ്ഞിട്ട് ഇതെടുത്ത് മച്ചിൽ വെച്ചു. അടുക്കള ഭാഗത്തെ മച്ചിൻ്റെ മുകളിൽ കയറ്റി വെച്ച് കളഞ്ഞു ഈ ബോഡി. അങ്ങനെ ഈ ബോഡി കയറ്റി വെച്ച് ഇവരെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്വർണവും ശാന്തകുമാരിയുടെ പണവും എല്ലാം അപഹരിച്ച് പിന്നെ ഷെഫീക്ക് വീട് ഒഴിഞ്ഞ് താക്കോല് കൊണ്ടുപോയി ഹൗസ് ഓണർക്ക് കൊടുത്തു. ഹൗസ് ഓണർക്ക് കൊടുത്തിട്ട് തങ്ങളിതുപോലെ വീട് ഒഴിഞ്ഞ് പോവുകയാണ്, അത്യാവശ്യമുണ്ടെന്നൊക്കെ പറഞ്ഞ് ഷെഫീക്കും അല്ലമീനും കൂടെ സ്ഥലം വിട്ടു. ഈ റഫീഖ ബീവി അതിന് മുമ്പ് തന്നെ സ്ഥലത്ത് നിന്ന് പോയായിരുന്നു. പിന്നീടാണ് ഇവർ 3 പേരും കൂടെ കണക്റ്റ് ആവുന്നത്. അപ്പോൾ ഈ ഹൗസ് ഓണറും മകനും കൂടി വീട് പരിശോധിക്കുവാൻ വേണ്ടി വന്നു. ഇവർ ഒഴിഞ്ഞു പോയിട്ടെല്ലാം സാധനങ്ങളും ഒക്കെ ഉണ്ടോ അവിടെ എന്നൊക്കെ അറിയുന്നതിന് വേണ്ടി മകനും ഈ ഹൗസ് ഓണർ കൂടെ വന്നപ്പോൾ മച്ചിൽ നിന്ന് ചോര താഴേക്ക് വീണു. ഇത് മച്ചിനകത്ത് കയറ്റി വെച്ചേക്കുമായിരുന്നു, കാണത്തില്ലായിരുന്നു. ഇത് ചോര താഴേക്ക് വീണപ്പം ഈ പിന്നെ ഹൗസ് ഓണർ പിന്നെ മച്ചിന് മുകളിൽ കയറി നോക്കിയപ്പോഴത്തേക്ക് ഒരു സ്ത്രീയുടെ കാല് ആണ് കാണുന്നത്. ഒരു സ്ത്രീയുടെ കാല്. അപ്പം മനസ്സിലായി ആരെയോ കൊന്ന് മച്ചിനകത്ത് കയറ്റി വെച്ചു എന്ന്. അപ്പോൾ ആദ്യത്തെ വിചാരം ഇവർ ഫോണിൽ വിളിച്ച് പറഞ്ഞു ഇതുപോലെ ഒരമ്മയും മകനും പിന്നെ സുഹൃത്തും കൂടെ താമസിക്കാൻ വന്നു. ഇതിൽ റഫീഖ ബീവിയെ കൊലപ്പെടുത്തിയ മകനും സുഹൃത്തും കൂടെ രക്ഷപ്പെട്ടിട്ടുണ്ട്. ബോഡി മച്ചി കയറ്റി വെച്ചിരിക്കുകയാണ്. വീട്ടുടമസ്ഥൻ ഇത് കാണുന്നില്ല, ബോഡി കാണുന്നില്ല. ഈ ബോഡി മച്ചിനകത്ത് കയറ്റി വെച്ചു. ഇത് വളരെ പണിപ്പെട്ടത് അതിൽ നിന്ന് ഇറക്കിയത് ബോഡി. വളരെ പണിപ്പെട്ടു. പോലീസിന് ഒരുപാട് ബുദ്ധിമുട്ട് നേരിടേണ്ടി വന്നു ഈ ബോഡി ഇറക്കിയപ്പം. ഇങ്ങനെ ബോഡി അവിടെ ഇരുന്നപ്പോൾ തന്നെ പോലീസിനെ ഇയാൾ വിളിച്ചു വരുത്തി. പിന്നെ വിഴിഞ്ഞം പോലീസ് എത്തി അവിടെ പരിശോധിച്ച് നോക്കിയപ്പോൾ ഈ റഫീഖ ബീവിയാണ് മരണപ്പെട്ടതെന്നാണ് പോലീസിൻ്റെയും ധാരണ. ഷെഫീഖിനും അല്ലമീനും വേണ്ടിയുള്ള തെരച്ചിൽ തുടങ്ങി. പോലീസ് ആരംഭിച്ചു. പിന്നീടാണ് അറിയുന്നത് തൊട്ടപ്പുറത്തെ വീട്ടിലെ ശാന്തകുമാരി മിസ്സിംഗ് ആണെന്ന്. അങ്ങനെ പരിശോധിച്ചപ്പോഴാണ് അറിയുന്നത് ശാന്തകുമാരിയാണ് കൊന്ന് ഇതിൻ്റെ മേളിൽ വെച്ചത്. അങ്ങനെ ഇവരെ രാത്രിയിൽ പിടികൂടി. ഈ കോഴിക്കോടേക്ക് കടക്കാനായിരുന്നു ഇവരുടെ തീരുമാനം. ഈ ഷെഫീഖിൻ്റെയും അല്ലമീൻ്റെയും റഫീഖ ബീവിയുടെയും തീരുമാനം. അങ്ങനെ കോഴിക്കോടേക്ക് പോകാനുള്ള ശ്രമത്തിനിടെയാണ് ഇവരെ സിറ്റി പോലീസ് പിടികൂടുന്നത്. പോലീസ് പിടികൂടി ദിവസങ്ങളോളം ഇവരെ ചോദ്യം ചെയ്തപ്പോഴാണ് ഇവരുടെ പ്രീവിയസ് ഹിസ്റ്ററി എടുത്തപ്പോൾ കോവളത്ത് ഈ 14 വയസ്സുകാരി താമസിച്ചിരുന്ന വീടിൻ്റെ സമീപത്ത് ഈ റഫീഖ ബീവി താമസിച്ചിട്ടുണ്ടെന്ന് കണ്ടെത്തുന്നത്. അങ്ങനെ കോവളത്തെ കേസിൽ പോലീസിന് സംശയം തുടങ്ങി. അങ്ങനെ കോവളത്തെ പോലീസിന് ഈ സംശയം തോന്നിയിട്ട് പോലീസ് ചോദ്യം ചെയ്തപ്പോൾ അവിടെ സംഭവിച്ച കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 14 വയസ്സുകാരിയുമായി റഫീഖ ബീവി അടുത്ത ബന്ധം പുലർത്തിയിരുന്നു. ഈ കുട്ടി ഇവരുടെ വീട്ടിലൊക്കെ പോകാറുണ്ടെന്ന് പോലീസിന് മനസ്സിലായി. അപ്പോൾ അന്നൊന്നും ഒരു സംശയം വന്നില്ലായിരുന്നു ഈ കുട്ടിയോട്. അതുപോലെ ഈ കുട്ടിയുടെ വീട്ടുകാർക്കും സംശയമില്ല റഫീഖ ബീവിയെ. ഈ കൊലപാതകം പിടിക്കുമ്പോഴാണ് ഇവർക്ക് മനസ്സിലായത് ഇവരാണ് ചെയ്തതെന്ന്. അപ്പം സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റഫീഖ ബീവി ഷെഫീഖിന് വേണ്ടി ഈ കൊച്ചിനെ വിളിച്ചു വരുത്തിയിട്ട് അപ്പോൾ റഫീഖ ബീവി മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. ഈ കുട്ടി വീട്ടിൽ വന്നപ്പോഴത്തേക്ക് ഇവൾ പിടിച്ച് റൂമിനകത്ത് അടച്ചിട്ട് ഈ കൊച്ചിനെ അടച്ചിട്ടിട്ട് പിന്നെ ഷെഫീഖിനെ വിളിച്ചു വരുത്തി. ഷെഫീഖ് വന്നിട്ട് ഈ കുട്ടിയെ റഫീഖ ബീവിയുടെ മുന്നിലിട്ട് റേപ്പ് ചെയ്തു. ഇവർക്ക് അങ്ങനെ ഒരു സ്വഭാവമുണ്ട്. ഞാൻ ഒരു ചർച്ചയിൽ ഇടയ്ക്ക് ഞാൻ പറഞ്ഞില്ലായിരുന്നു, ചില മാതാപിതാക്കൾക്ക് ചില സ്ത്രീകൾക്ക് മറ്റു കൊച്ചുകുട്ടികളെ പുരുഷന്മാരെ കൊണ്ട് റേപ്പ് ചെയ്യിച്ചിട്ട് അത് കണ്ട് ആസ്വദിക്കുന്ന മനോരോഗമുള്ള സ്ത്രീകളുണ്ട്. അത് ഞാൻ കഴിഞ്ഞൊരു ചർച്ചയിൽ ഞാൻ അത് പറഞ്ഞില്ലേ. അങ്ങനെയുള്ള സ്ത്രീകളുണ്ട്. അതായത് മറ്റൊരാൾ ആയിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് കണ്ട് ആസ്വദിക്കുന്ന അതിൽ നിർവൃതി കൊള്ളുന്ന സ്ത്രീകളുണ്ട്. അങ്ങനെ ഒരാളാണ് ഈ റഫീഖ ബീവി. അപ്പോൾ ഈ ഷെഫീഖിനെ കൊണ്ട് ഈ കുട്ടിയെ റേപ്പ് ചെയ്യിച്ച ശേഷമാണ് ഈ കുട്ടിയെ കൊലപ്പെടുത്തിയത്. ഈ കുട്ടിയെ കൊലപ്പെടുത്തി കൊണ്ടുവച്ചു കൊടുത്തു. അപ്പോൾ അവർ വിചാരിച്ചു ഇത് ആത്മഹത്യ ആയിരിക്കും എന്ന് വിചാരിച്ചു. മാത്രമല്ല ഈ കൊച്ചി കുറച്ച് ഡിപ്രഷനൊക്കെ നേരിടുന്നൊരു പെൺകുട്ടിയായിരുന്നു. അതിനെ ഇവനാണ് റേപ്പ് ചെയ്തത് ഷെഫീഖ്. അങ്ങനെയാണ് ആ കേസും തെളിഞ്ഞത്. ഇതിലും വിധിച്ചത് എം ബഷീറാണ്, നെയ്യാറ്റിങ്കര കോടതി. ഗ്രീഷ്മയെ തൂക്കിക്കൊല്ലാൻ വിധിച്ച അദ്ദേഹം തന്നെയാണ് പിന്നെ ഇവരെയും റഫീഖ ബീവിയെയും തൂക്കിക്കൊല്ലാൻ വിധിച്ചത്. റഫീഖ ബീവിക്ക് വധശിക്ഷ, ബാക്കിയുള്ളവർക്ക് ജീവപര്യന്തം. റഫീഖ ബീവി ആയിരുന്നു 1-ാം പ്രതി. ശാന്തകുമാരി തലക്കടിച്ചു വന്നത് അവളാണെന്ന് സമ്മതിച്ചു. പിന്നെ മാത്രമല്ല 14 വയസ്സുകാരി കൊച്ചിനെയും തലക്കടിച്ചു വന്നത് റഫീഖ ബീവിയാണെന്ന് സമ്മതിച്ചു. അങ്ങനെ ഇവളുടെ
ആ കുട്ടിയൊക്കെ വന്നത് ഇവരാണ്. ഓ ശരി. ഇവർ റേപ്പ് ചെയ്ത ശേഷം അതിനെ കഴുത്ത് മുറുക്കി കൊല്ലുമായിരുന്നു. ഇവർ റേപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ കുട്ടിയെ ഇവള് വന്ന് ഡ്രസ്സൊക്കെ അതിൻ്റെ പഴയതുപോലെ എടുത്ത് ഇടിയിച്ചിട്ട് അതിനെ കൊലപ്പെടുത്തി. അത് വിവരം പുറത്തറിയിക്കാതിരിക്കാൻ വേണ്ടി. അതായത് മകൻ റേപ്പ് ചെയ്തു എന്നുള്ള കാര്യം ഇവള് പറഞ്ഞു, ആ കുട്ടിയോട് പറഞ്ഞു പുറത്ത് പറയരുതെന്ന് പറഞ്ഞു. പക്ഷെ ആ കൊച്ചു സമ്മതിച്ചില്ല. കൊച്ചു പറഞ്ഞു വീട്ടിൽ പോയി പറയുമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് കൊലപ്പെടുത്തിയത്. അങ്ങനെ കൊലപ്പെടുത്തിയിട്ട് കൊണ്ടുവച്ച് കൊടുത്തു. അപ്പോൾ വീട്ടുകാർ വിചാരിച്ചു ആത്മഹത്യ ആയിരിക്കും എന്ന് വിചാരിച്ചു. ഈ കുട്ടി ആത്മഹത്യ ചെയ്യുന്നു എന്നുള്ളൊരു ധാരണയാണ് ഉണ്ടായിരുന്നത്. ഞാൻ പറഞ്ഞില്ല, ഇത് ഞാൻ കണ്ടതിലെ ഏറ്റവും ക്രൂരയായിട്ടുള്ള വനിതാ കുറ്റവാളികളിലെ ഏറ്റവും ക്രൂരയായിട്ടുള്ള സ്ത്രീയാണ്. ജോളിയേക്കാൾ ക്രൂരയാണ്. ജോളി എല്ലാവരെയും സയനൈഡ് കൊടുത്തല്ലേ തട്ടി. ഇതങ്ങനല്ല. ഓരോരുത്തരെയും പിടിക്കുക, തലക്കടിച്ച് കൊലപ്പെടുത്തുക, അല്ലെങ്കിൽ കഴുത്ത് മുറുക്കി കൊലപ്പെടുത്തുക. ഇതൊക്കെയാണ് അത് കണ്ട് രസിക്കുന്ന ഒരു ക്രിമിനൽ മൈൻഡ്. ക്രിമിനൽ മൈൻഡാണ് ഈ റഫീഖ ബീവിക്ക് ഉണ്ടായിരുന്നത്. ഇവൾ കൂടുതൽ ക്രൈം ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യം പോലീസ് അന്വേഷിക്കുന്നുണ്ടായിരുന്നു. ഈ ശാന്തകുമാരിയുടെ കേസിൽ പിടിക്കപ്പെട്ടില്ലായിരുന്നെങ്കിൽ പുതിയ പുതിയ ഇരകളെ കണ്ടുപിടിച്ച് വെച്ചേക്കായിരുന്നു. ശാന്തകുമാരിയെ കൊലപ്പെടുത്തേണ്ടി വന്നില്ലായിരുന്നെങ്കിൽ പിന്നെ അടുത്തടുത്ത ഇരകളെ തപ്പിയെടുത്തേനെ. ഇതിൽ ആദ്യമായിട്ട് ഇവിടെ പിന്നെ വധശിക്ഷ കിട്ടുന്നത് കൊല്ലത്താണ്. കൊല്ലം സെഷൻസ് മറ്റേ വിധുകുമാരൻ തമ്പി കേസിൽ ബിനിത 2006 മാർച്ചിലായിരുന്നു. വിധുകുമാരൻ തമ്പിയെ കൊലപ്പെടുത്തിയ ബിനിതയെ കൊല്ലം സെഷൻസ് പിന്നെ വധശിക്ഷയ്ക്ക് വിധിച്ചു. അതാണ് കേരളത്തിൽ ആദ്യമായിട്ട് വധശിക്ഷ കിട്ടുന്ന വനിതാ കുറ്റവാളി. ബിനിതയുടേത് പിന്നെ ഹൈക്കോടതി ചെന്നപ്പോൾ ഹൈക്കോടതി അത് ജീവപര്യന്തമായി കുറച്ചു കൊടുത്തു. ബിനിത ഇവിടെ ഉണ്ട്, കടണ്ട്. ബിനിത ഇവിടെ അട്ടക്കുളങ്ങരയുണ്ട്. എല്ലാ എണ്ണവും ഇതിനകത്തുണ്ട്. എല്ലാ എണ്ണവും ഇതിനകത്തുണ്ട്. അട്ടക്കുളങ്ങരയിൽ ഒരു കഥ അറിയോ? അട്ടക്കുളങ്ങര ജയിലിനകത്ത് പിന്നെ 2 വനിതാ കുറ്റവാളികൾ ചാടിപ്പോയി. എനിക്ക് ഓർമ്മയുണ്ട്. അറിയോ എങ്ങനെയാണെന്നറിയോ? അട്ടക്കുളങ്ങര ജയിലിൻ്റെ അവിടുത്തെ ഈ ജയിലങ്ങ് വൃത്തിയാക്കൽ ഇവളുമാർ 2 പേര് ഭയങ്കര വൃത്തിയാക്കി എന്താ പറയുക, ഈ വൃത്തിയാക്കുന്ന സാധനമൊക്കെ കൊണ്ടുവിടുന്ന എവിടെയെന്നറിയാമോ? മതിലിൻ്റെ സൈഡ് ഇട്ടിട്ട് ഇതൊരു 1.5 ആളുടെ പൊക്കം വന്നപ്പോഴത്തേക്ക് ഇവളുമാർ അതിൽ കൂടെ ചാടിപ്പോക്കണം. ഇവളുമാരുടെ വൃത്തി കണ്ടപ്പോൾ ജയിൽ ഉദ്യോഗസ്ഥർ വിചാരിച്ചു ഇത്ര നല്ല വനിതാ കുറ്റവാളികളായിട്ടുള്ള 2 പേര് ജയിലിലേക്ക് ഒറ്റയ്ക്ക് വൃത്തിയാക്കുക. വൃത്തിയാകത്തെ വേസ്റ്റ് കൊണ്ടുവന്ന് ആ മതിലിൻ്റെ സൈഡിൽ കൊണ്ടുവന്ന് കൂട്ടി വെച്ചിട്ട് അതിൽ കൂടെ ചാടിപ്പോക്കളത് 2 ചാടിപ്പോക്കളത്. അങ്ങനെ കുറെ കുഴപ്പക്കാർ ഇതിനകത്ത് ഈ അട്ടക്കുളങ്ങര ജയിലിൽ കിടപ്പുണ്ട്. അപ്പം ഗ്രീഷ്മയുടെ കഥയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.